ടൈം വാച്ച് മൂവി അത്രേ ഉള്ളൂ. ഫാമിലി മൂവി എന്നൊരു ഉഷാറായിട്ട് കൊള്ളാം. ബാക്കി എനിക്ക് വലിയ ചിരിക്കാനൊക്കെ ഉണ്ടാകില്ല. ആവറേജ് ഉള്ളൂ കേട്ടോ. ആവറേജ് നല്ലൊരു സിനിമ. വിനയ് നല്ല ഡയറക്ഷൻ, പിന്നെ ധ്യാൻ്റെ തിരക്കഥ. ഒരു രാത്രി നടക്കുന്ന സംഭവം, കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഒരു കേസിൽ പോയി പെടുന്നതും ആ പോലീസുകാരുടെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ചിരിക്കാനുണ്ട്. ഫാമിലിയായിട്ട് ധൈര്യപൂർവ്വം കാണാൻ പറ്റിയ സിനിമയാണ്. അടിപൊളി. എന്തോ ഫൺ എൻ്റർടൈൻമെൻറ്റ്. കാരണം ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര കോമഡിയാണ്. ആയാലും പിന്നെ നമുക്ക് ഇതിലൊരു സന്തോഷമുള്ളത് നമ്മുടെ ശ്രീനിവാസൻ എന്ന ഡയറക്ടർ, നായകൻ, അങ്ങനെ പല മേഖലകളിലും ശ്രീനിവാസൻ എന്ന അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി സിനിമാ മേഖലയിൽ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞിട്ട് ഇപ്പോൾ മകൻ്റെ തിരക്കഥയിൽ തന്നെ അദ്ദേഹം അഭിനയിച്ച് നമുക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പറ്റി. കാരണം സാധാരണ നമ്മൾ മീഡിയയിൽ കാണുന്നത് എന്നാൽ ഈ സിനിമയിൽ അദ്ദേഹത്തിന് നല്ലൊരു വേഷവും, പിന്നെ സൈജു കുറുപ്പ്, അങ്ങനെയുള്ള ഒരുപാട് ധ്യാൻ, പിന്നെ അജു വർഗീസ്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല കാസ്റ്റിങ്, നല്ല എൻ്റർടൈൻമെൻറ്റാണ്. എല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് കാണാം. അടിപൊളി പടം. പക്ഷേ പടത്തിന് ലെങ്ത്ത് കുറവാണ്. ലെങ്ത്താണ് വേണ്ടത്. ലെങ്ത്ത് കുറവായിരുന്നു. അപ്പോൾ നൈസായിരുന്നു. തമാശയും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. അടിപൊളിയായിരുന്നു. ലെങ്ത്ത് കുറവായിട്ട് തോന്നി. പെട്ടെന്ന് തീർന്നു പോയി. കോമഡി നൈസാണ്. അതിലേക്ക് നൈസ് പടമാണ്. നൈസ്. വേറെ മൂടായിരുന്നു. ധ്യാൻ തന്നെ നൈസ്. വേറെ സെറ്റപ്പ് ആയിരുന്നു. എല്ലാരും ഒന്ന് കാണട്ടെ. പക്ഷേ എനിക്ക് കാണാൻ തന്നെ ലെങ്ത് കുറവായിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. നല്ല സിനിമയായിരുന്നു. തമാശ മീൻസ് ഫൺ എന്റർടൈനർ എന്ന് മാത്രം പറയാം. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിലില്ല. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒരു രാത്രിയിൽ സംഭവിക്കുന്ന, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന, ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെ തുടർന്നുണ്ടാവുന്ന ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഇൻസിഡൻ്റാണ്. പക്ഷേ എന്തായാലും അത് കൺഫ്യൂഷൻസ് ഒക്കെ മാറിയിട്ട് അവരുടെ ലൈഫ് നന്നായിട്ട് പോകും. ഒരു ചെറിയ മൂവി സന്തോഷമായിട്ട് കണ്ട് ഇരിക്കാവുന്ന ഫൺ മൂവി. ധ്യാനിൻ്റെ ആ ഒരു എന്താ പറയുക, സ്ക്രിപ്റ്റും അത് ഡയറക്ഷനും ഒക്കെ നമ്മളെ ബോറടിപ്പിക്കാതെ കണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. അതിന് വലിയൊരു ടേക്ക് ഇറ്റ് ആസ് എ ബിഗ് മൂവി അങ്ങനെയൊന്നുമല്ല. ഒരു കുറച്ച് നേരം ഒന്ന് തമാശയായിട്ട് സന്തോഷമായിട്ട് ഇരുന്ന് കണ്ടുപോകാൻ. നല്ല മെസ്സേജ്ഫുള്ളാണ്. ധ്യാൻ്റെ പെർഫോമൻസ് കൊള്ളാം. നല്ല അടിപൊളിയാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല മെസ്സേജ്ഫുൾ ആയിട്ടുള്ള ഫണ്ണായിട്ടുള്ള കോമഡി. എല്ലാവരും കാണും. പ്രത്യേകിച്ചും ബോയ്സിനൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്. ഒരു ഫൺ മൂവിയാണ്. നല്ല നല്ല സ്റ്റാർ കാസ്റ്റ്, ലൈക്ക് എന്താ പറയുക, വിഷാദ് ചേട്ടൻ, അജു ചേട്ടൻ, അവരുടെ ഒരു കോമ്പിനേഷൻ. കുറേ നമുക്ക് ചിരിക്കാനുള്ള കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. ജീവയാണെങ്കിലും ദിവ്യദർശനാണെങ്കിലും. ധ്യാനിനെ കുറച്ചൊരു പാവമായിട്ടാണുള്ളത് ഈ സിനിമയിൽ. പക്ഷേ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ലൗഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫൺ ഉണ്ട് ഈ സിനിമയ്ക്ക്. നമ്മൾ എന്താണെങ്കിലും എല്ലാവരും കാണും. താങ്ക് യു സോ മച്ച്. എങ്ങനെ അത് ആക്ച്വലി ഞാൻ ഫുൾ സ്റ്റോറി കേട്ടിട്ടാണ് ധ്യാൻ എന്നെ ഇതിലേക്ക് വിളിക്കണത്. അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നല്ല എനിക്ക് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത് ഓൾറെഡി സംഭവിച്ചൊരു കഥയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഏതോ സ്റ്റോറിയാണുള്ളത്. അപ്പോൾ ഒരു റിയൽ സ്റ്റോറിയുടെ ഒരു എസെൻസ് ഇതിലുണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. താങ്ക് യു. ഇന്റർവ്യൂവിൽ കണ്ട പോലത്തെ ഡൈനാമിക്സും കോമഡിയും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ദിവ്യൻ ചേട്ടൻ്റെ ആണെങ്കിൽ നമ്മുടെ മുകേഷ് അങ്ങളുടെ സെയിം ഒരു ടച്ചൊക്കെ കാണാൻ പറ്റും. അപ്പം നല്ല രസമായിരിക്കും കാണാൻ. ശ്രീനിവാസൻ സാറും അടിപൊളി. നമ്മൾ വരുമ്പോൾ നമുക്ക് അവർ പെട്ടെന്നൊരു കുളിർമ വരും. സാറ് വന്നു എന്നുള്ളത് കാണാം. നല്ല എൻ്റർടൈനിങ് ആണ്. നല്ല അത് കുറച്ചേ ഉണ്ടായിരുന്നു. അവർ അച്ഛനും മോനും കൂടെ ഒരു ഫ്രെയിമിൽ വരും. അത് നല്ലതായിരുന്നു. നമുക്കൊരു സന്തോഷം തോന്നും. കാര്യം അദ്ദേഹത്തിന് വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സന്തോഷം, അത് നല്ലതായിരുന്നു. കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ. അത് ഭയങ്കര ഇവരുടെ ഈ മൂന്ന് ജീവ, പിന്നെ ഇറങ്ങി വന്ന പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ അനിയൻ്റെ കൂടെ നല്ല തമാശ, ചിരിക്കാനുണ്ട്. സിനിമ തുടങ്ങുന്ന വരെ ചിരിക്കാനുണ്ട്. ഒരു സ്ത്രീ പറ്റിൻ്റെ ഒരു